സ്വപ്ന പദ്ധതിയായ തുരങ്കപാതയുടെ വിശേഷങ്ങളുമായി വയനാട്ടിൽ നിന്നും മനുവും ശരത്ചന്ദ്രനും ചേരുകയാണ്. മനു, ശരത്ചന്ദ്രൻ, എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ, വിശേഷങ്ങൾ? ഒപ്പം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് തുടക്കമാകുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത്? വയനാട് തുരങ്കപാതയുടെ ഇതിനോടകം ഉറപ്പായും മാധ്യമങ്ങളിലൂടെ വന്നിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക്, അതായത് കോഴിക്കോട് ജില്ലയുടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽപ്പെട്ട തുരങ്കപാത ആരംഭിക്കുന്നത് ഇവിടെയാണ്. അതെ, മുത്തപ്പൻപുഴയിൽ ആ കൃത്യ സ്പോട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടേക്ക് റോഡും മറ്റും വന്നിട്ടില്ല, ഒരു ദുർഘടമായ പാതയാണ്. അങ്ങനെ ഏതാണ്ട് ബുദ്ധിമുട്ടാണ്, കണ്ടുപിടിച്ചു വരുന്നു എന്നുള്ളതാണ് പറയുന്നതാകും സത്യം. അങ്ങനെ വഴി ചോദിച്ച് മുത്തപ്പൻപുഴ ലാസ്റ്റ് പോയിന്റിലെത്തി. റോഡ് അവിടെ അവസാനിച്ചു. അവിടെ നിന്ന് കണ്ട ഒരു ചാലിലൂടെ നടന്നു വന്നു. അങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഈ കേരള വനംവകുപ്പിന്റെ പ്രദേശമാണ് ഇതൊക്കെ. അവിടെ നിന്ന് മുത്തപ്പൻപുഴയിലേക്ക് താമരശ്ശേരി റേഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കുകയാണെങ്കിൽ മുത്തപ്പൻപുഴയുടെ മനോഹരമായ ഒരു കാഴ്ച അവിടെ കാണാൻ കഴിയും. ഇത് വനം വകുപ്പിന്റെ ബോർഡാണ്. ഇവിടേക്ക് ഈ പറഞ്ഞ മുന്നറിയിപ്പുകളൊക്കെയാണ്. ഏതായാലും ഈ കാണുന്ന ഈ ബോർഡിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് ഈ കാണുന്ന മുത്തപ്പൻപുഴയാണ്. ഈ മുത്തപ്പൻപുഴയാണ് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാടിന്റെ വന്യമായ സൗന്ദര്യം എല്ലാം ഇങ്ങനെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല ഇത്. അപ്പൊ അതാണ് പ്ലേസ് ആണ്. അങ്ങനെ അവിടേക്ക് എത്തി ഇപ്പോൾ കാട്ടിത്തരുന്നതാണ് തുരങ്കപാത ആരംഭിക്കുന്നത്. 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള വയനാടിൻ്റെയും കോഴിക്കോട് വയനാട് മലയോര മേഖലയുടെ അന്തർ സംസ്ഥാന യാത്രയുടെയൊക്കെ ഒരു പുതിയ പാതയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ തുരങ്കപാത അതൊരു സ്വപ്ന പദ്ധതിയാണ്, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. അതിൻ്റെ പ്രധാന കവാടമാണത്. അതായത് വയനാട്ടിൽ നിന്ന് തുരങ്കപാതയിലൂടെ യാത്ര ആരംഭിച്ചാൽ വന്നിറങ്ങുന്നത് ഇവിടെയാവും, ഇവിടെ ഈ സ്പോട്ടിലാവും. അവിടെ നിന്ന് മറ്റ് അനുബന്ധ പാതകളും ഒക്കെ പണിത് നേരെ ഇത് ആനക്കാമ്പോയിൽ എത്തിച്ച് പുല്ലാരിപ്പാറയിലെ മലയോര ഹൈവേയിലെത്തും, പിന്നെ കുന്നമംഗലം വഴി അങ്ങനെ പോകാം. അപ്പോൾ അതാണ് ഈ കാണുന്ന സ്പോട്ടാണ് ഈ വലിയ വെള്ളച്ചാട്ടത്തിന്റെയും പാറക്കെട്ടുകളുടെയും ഇടയിലൂടെ ആരംഭിക്കുന്ന ഈ മലയുടെ ഭാഗത്ത് നിന്നാണ് തുരങ്കപാത ആരംഭിക്കുന്നത്. മനു, ഏതാണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ നൂൽപാലത്തിന് അതിനപ്പുറത്തൊരു തുരങ്കം പോലെ പാറക്കെട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തകർന്ന തൂക്കുപാലമാണ്, ഇവിടെ പണിത് വെച്ചതായിരിക്കാം. അത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഒരു അതായത് ഈ ഭംഗി ഇതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ പദ്ധതി വരിക എന്നതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ മറുഭാഗം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലായിരിക്കും ചെന്നിറങ്ങുക. അതായത് ഇപ്പൊ നമ്മൾ ചുരം വഴി 40 പരം കിലോമീറ്റർ ചുറ്റിയും കയറിയുമാണ് ചെല്ലുന്നതെങ്കിൽ 22 കിലോമീറ്റർ കൊണ്ട് ഇവിടെ നിന്ന് ആകെ ദൂരത്തിൽ വയനാട്ടിലെത്താം. അല്ലെങ്കിൽ താമരശ്ശേരി പോകണ്ട, നമുക്ക് അല്ല പോകാതെ തന്നെ അതിൽ 8 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ തുരങ്കമാണ്. അതായത് ഇവിടെ നിന്ന് തുടങ്ങി ആ വലിയ മല അതേപടി തുരന്ന് അപ്പുറം ചെല്ലും. അതാണ് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കാണുന്നതാണ്, പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത് അതാണ്. അങ്ങനെ കേരളം ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഏറ്റെടുത്ത ചരിത്രപരമായ വലിയ ദൗത്യങ്ങളുണ്ട്. പ്രളയത്തെ കടന്ന നാടാണ്. ആ പ്രളയം കടന്ന നാട് അതിൽ തകർന്നു വീഴുകയായിരുന്നില്ല. അതിൽ നിന്ന് കേരളത്തെ പുനരെടുക്കുക, നവകേരളം, റീബിൽഡ് കേരള അവിടെയാണ്. കോവിഡ് കാലത്തിന്റെ അതിജീവനം മറ്റൊന്ന്. നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ പോയ കാലം എന്ന് പറയുന്നത് മാറ്റങ്ങൾ നമ്മൾ കണ്ട കാലമാണ്. വെല്ലുവിളികളെ ധീരതയോടെ ഏറ്റെടുത്തത് നടപ്പാക്കി കാട്ടിക്കൊടുത്തു. ഇതിന്റെ എല്ലാം കോടാനുകോടിയുടെ സാമ്പത്തികം കണ്ടെത്തി എന്നുള്ളത് രാജ്യത്തെ തന്നെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ മാതൃകാപരമാണ്. അത് വിമാനത്താവളമാകട്ടെ, തുറമുഖമാകട്ടെ, ദേശീയപാത വികസനമാവട്ടെ, റെയിൽ പൈപ്പ് ലൈൻ ആവട്ടെ, ഏതും. അതുപോലെ തന്നെ സംസ്ഥാന പാതകൾ, മലയോര ഹൈവേകൾ, ഇതുപോലെ തന്നെ ആ ശ്രേണിയിലാണ് തുരങ്കപാത വന്നു നിൽക്കുന്നത്. നോക്കൂ, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഈ കാണുന്ന പശ്ചിമഘട്ടത്തിലെ ഈ നിബിഡ വനത്തിനുള്ളിൽ നിന്ന് വയനാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു യാത്രയിലേക്ക് മലയാളി പോവുകയാണ്. ലോകത്തെ നമ്മൾ ക്ഷണിക്കുകയാണ്. ആ ലോകം എത്താൻ പോവുകയാണ് ഈ തുരങ്കപാത കാണാൻ. ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങളോടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ 4 വരി പാതയിലെ ഇരട്ട തുരങ്ക പാത ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ആവേശകരമായ ഒരു അനുഭവം തന്നെയാണ് നേരിട്ട് പകർത്തി പ്രേക്ഷകരിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റാരും ഇതുവരെ ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ ഏറ്റവും പുതിയ വസ്തുത, അല്ലേ, പുതിയ ഒരു പുതുമ എന്ന് പറയുന്നത്. അപ്പോൾ മുത്തപ്പൻപുഴയിൽ നിന്നും, മുത്തപ്പൻപുഴ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽപ്പെട്ട മുത്തപ്പൻപുഴയിൽ നിന്നും ഈ തുരങ്കപാത ആരംഭിക്കുന്ന ആ സ്പോട്ടിൽ നിന്നുമാണ് ഇപ്പോൾ കൈരളി വാർത്തയ്ക്ക് വേണ്ടി ഞാനും മനുവും അതുപോലെ ജയേഷ് വില്ലോടിയും ഞങ്ങൾ ഈ ദൃശ്യങ്ങളും ഈ വിവരങ്ങളും പകർത്തുന്നതും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും.